വീഡിയോസ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഞാനും അമ്മയും കുഞ്ഞിനും കൂടി ഒരു ട്രിപ്പ് പോകാൻ കേട്ടോ, അമ്മയുടെ ഫ്രണ്ട്സായിട്ട് കുറച്ച് അമ്പലങ്ങളിലൊക്കെ. അപ്പോൾ ആളെ ഞാൻ ദേ നേരത്തെ എണീപ്പിച്ച് കുഞ്ഞിനെ കുളിപ്പിച്ച് സുന്ദരനായി. അപ്പോൾ അവൻ ഉറക്കം മാറാത്തതാണ് ഞാൻ വീണ്ടും ഉറക്കിയിട്ടു. അപ്പോൾ ഞാനും കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദേ ട്രാവലർ കയറി വെളുപ്പിന് ഒരു 2 മണിക്കൊക്കെ നമ്മൾ ഇറങ്ങിയായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. നമ്മൾ നേരെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യം പോയത്. അവിടെ നമുക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റാത്ത കാരണം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ രണ്ടാമത് പോയ അമ്പലം ആറ്റുകാലാണ്. എൻ്റെ ഒരുപാടത്തെ നാളത്തെ ആഗ്രഹങ്ങളാണ് കേട്ടോ ഈ അമ്പലങ്ങളൊക്കെ. ഞാൻ ഇതുവരെ പോയിട്ടില്ല, പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്. അപ്പം പറഞ്ഞപ്പോൾ തന്നെ ഞാനും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ്. ആറ്റുകാലിനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു 2 കിലോമീറ്ററാണ് ദൂരമുള്ളൂ. ഇവിടുത്തെ മെയിൻ പ്രശസ്തമായിട്ടൊരു കാര്യമാണ് ആറ്റുകാൽ പൊങ്കാല. പൊങ്കാലയാണ് ഈ ക്ഷേത്രത്തിലെ പ്രശസ്തമായിട്ടൊരു കാര്യം. പിന്നെ ഈ അമ്പലത്തിനെ പറ്റി തന്നെ കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ എവിടെയോ കേട്ട് വായിച്ചൊരറിവ് വെച്ചിട്ടുള്ളത്, അസുര രാജാവായ ദാരുകനെ വധിക്കാൻ ശിവൻ്റെ 3-ാം കണ്ണിൽ നിന്ന് ഉദിച്ച ഭദ്രകാളിയാണ് ആറ്റുകാൽ ദേവി. ആ ഒരു ഐതിഹ്യമാണ് കേട്ടോ എൻ്റെ മനസ്സിലെപ്പോഴും. അപ്പോൾ ഞങ്ങളൊരു ഉച്ചയോടുകൂടിയൊക്കെ അവിടെ നിന്ന് തൊഴുതിറങ്ങിയായിരുന്നു. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് പോയ കാരണം തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. കുഞ്ഞിനും ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അവന് ഞാൻ ഇതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആളും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് എടുത്ത ഫോട്ടോസൊക്കെയാണ് കേട്ടോ. എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളൊരു ഉച്ചയ്ക്ക് തൊഴുതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് അടിക്കാൻ അവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ ചോറ് കഴിക്കാൻ കയറി. അപ്പോൾ കുഞ്ഞിന് ഒരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞതേ ആൾക്കൊരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ പോണത് ചെങ്കൽ മഹേശ്വര ക്ഷേത്രം. ഇതിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എപ്പോഴും പോകാൻ തോന്നിയിട്ടുണ്ടെങ്കിലും ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്നത് സാധിച്ചു കേട്ടോ. ഈ ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. 111 അടി ഉയരം വരുന്ന ഈ ക്ഷേത്രമാണ് ഈ ശിവലിംഗത്തിന്. അതേപോലെ തന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുകയാണെങ്കിൽ ശിവനും പാർവതിയാണ്. അതും ഒരേ പീഠത്തിലിരിക്കുന്ന ഒരു രൂപമാണ് കേട്ടോ. പിന്നെ ഈ ഉയരം കൂടി വരുന്ന ഈ ശിവലിംഗം ഇല്ലേ, അതായത് 111 അടിയുള്ള ഈ ശിവലിംഗത്തിന് ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റും. അതാണ് മെയിൻ അട്രാക്ഷൻ. അതിനകത്തൊരു 7 നിലകളോളം ഉണ്ട്. അതിൽ ഓരോത്തിലും പല പല ദേവതകളും പ്രതിഷ്ഠകളും ഉണ്ട്. അതിനെപ്പറ്റി പറയാനായിട്ടും പറഞ്ഞു തരാനായിട്ടും ഒരുപാട് സ്റ്റാഫുകൾ അവിടെ ഉണ്ട്. പിന്നെ കുഞ്ഞൻ്റെ ഫേവറേറ്റ്സ് ആണ് നമ്മൾ അവിടെയും കണ്ടു കേട്ടോ. ആന, 2 ആനയുടെ രൂപം അവിടെ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു. ആളത് കണ്ടപ്പോൾ തന്നെ ഹാപ്പിയായി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. നമുക്ക് ഈ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ കയറേണ്ടത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനും കുഞ്ഞിനും അവിടെ കുറേ നേരം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ബോറടിച്ചു കേട്ടോ. കുറേ പുരാണങ്ങളൊക്കെ പറഞ്ഞ് വന്ന ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുറേ പുരാണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് കുറച്ച് ബോറടിയായിരുന്നു. പിന്നെ ഓരോ സ്റ്റാച്ചു പല പല രീതിയിലുള്ളതുള്ള കാരണം ആളങ്ങനെ കണ്ട് നടന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. പ്രത്യേക ഒരു ഫീലാണ് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആലുവ ശ്രീ ദത്താഞ്ജനേയ ക്ഷേത്രം. അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലൊരു അമ്പലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കയറുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് ഈ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കിട്ടിയത്. അങ്ങനെ നമ്മൾ ഇനി നേരെ പോണത് ആഴിമല ശിവക്ഷേത്രം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ കുറേ നാൾ വാൾപേപ്പർ ഉണ്ടായതാണ്. അന്ന് തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നാണ് അതിന് സാധിച്ചത്. ഇതും തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ആ ഒരു സ്റ്റാച്ചു ആണ്. അതായത് 58 അടി ഉയരമുള്ള ഒരു ശ്രീ പരമേശ്വരൻ്റെ രൂപമാണ്. അത് ഗംഗാധരേശ്വര രൂപത്തിലുള്ള ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയാനായിട്ടാണെങ്കിൽ ആ ഒരു രൂപം കോൺക്രീറ്റ് വെച്ചാണ് ഉണ്ടാക്കിയേക്കണത്. അതേപോലെ ഒരു ജാതി മത വ്യത്യാസങ്ങളില്ലാണ്ട് എല്ലാ കാസ്റ്റുകാർക്കും അവിടെ വരാം. 2014 ഇതിൻ്റെ പണി തുടങ്ങിയത്. പക്ഷേ 2020 ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. അത്രയും നാളെടുത്തു ഇത് പണിത് കിട്ടാനായിട്ട്. അത് നമുക്ക് ഈ ഒരു രൂപം കാണുമ്പോൾ മനസ്സിലാവും, എന്തോ ഒരു പ്രത്യേക ഒരു അട്രാക്ഷനാണിത്. പിന്നെ ഈ സ്റ്റാച്ചുവിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ പല പല ശിവൻ്റെ രൂപത്തിലുള്ള സ്റ്റാച്ചുകൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതിനു മുമ്പുള്ള ഐതിഹ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതായത് ശിവൻ്റെ ജടയിൽ ഗംഗാദേവി ഉണ്ടെന്ന്. അപ്പോൾ ഈ ഗംഗാദേവിയെ അതായത് ഈ മുടിയിലെ ഈ ജടയിൽ നിന്നും മോചിപ്പിക്കുന്ന ആ ഒരു പിക്ചറൈസേഷനാണ് അത് കാണിച്ചേക്കണം. അതുകൂടാണ്ട് ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ബീച്ചുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഫീലാണ്. വൈകുന്നേരമാണ് ഞങ്ങളവിടെ എത്തിയത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു 4-5 മണിയൊക്കെ ആയി. അപ്പോൾ ആ ബീച്ചിൻ്റെ ആ കാറ്റും ഈ സ്റ്റാച്ചുവിൻ്റെ ഭംഗിയും നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ തിരുവനന്തപുരത്തൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാം. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. കുഞ്ഞിനെ പോയതിനകത്ത് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൈഡിൽ ബീച്ചും എല്ലാ കാര്യങ്ങളും ഉള്ള കാരണം. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ട്രിപ്പാണെങ്കിലും നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ആഴത്തിൽ പതിച്ച കുറച്ച് ഫോട്ടോസ് കിട്ടി. ഇതൊന്നും അല്ലാണ്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് പോകാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമല്ല. അങ്ങനെ രാത്രി ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.